അമ്മു സജീവ് എന്ന വിദ്യാർത്ഥിനി ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഇപ്പോൾ അറസ്റ്റിലായ പ്രതികളെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ്. അവരെ വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നതാണ്. തുടർന്ന് അവരെ തിരികെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സി കെ അഭിലാൽ വിവരങ്ങളുമായി ചേർന്നു. അഭിലാൽ, വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം ഈ 3 പേരെയും തിരികെ കൊണ്ടുപോവുകയാണെന്ന് തോന്നുന്നു അല്ലെ? വിശദാംശങ്ങൾ എന്താണ്? അദ്ദേഹം വൈദ്യപരിശോധന ജനറൽ ആശുപത്രിയിൽ പൂർത്തിയായിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ വൈദ്യപരിശോധന പൂർത്തിയാക്കിയ 2 പ്രതികളുമായി പോലീസിന്റെ ആദ്യ വാഹനം കടന്നുപോയിരിക്കുന്നു. ഇനി ഒരാൾ കൂടിയാണ് ഉള്ളത്. മുഖം പൂർണ്ണമായി മറച്ചാണ് പ്രതികളുള്ളത്. അതിനാൽ തന്നെ ആദ്യഘട്ടത്തിൽ പുറത്തേക്ക് പോയ പ്രതികൾ ആരാണെന്നോ അവശേഷിക്കുന്ന പ്രതി ആരാണോ എന്നുള്ളത് ഇഘട്ടത്തിൽ നമുക്ക് വ്യക്തമാകുന്നു. ഏതായാലും 3ാമത്തെ ആളുടെയും വൈദ്യപരിശോധന പൂർത്തിയായിട്ടുണ്ട്. വാഹനം ജനറൽ ആശുപത്രിയുടെ കാഷ്വാലിറ്റിയുടെ പ്രവേശന കവാടത്തിലേക്ക് അടുപ്പിക്കുന്ന ചെറിയ താമസം മാത്രമാണ് അവശേഷിക്കുന്നത്. ഉടൻ തന്നെ 3ാമത്തെ പ്രതിയെ കൂടി വാഹനത്തിലേക്ക് കയറ്റി പത്തനംതിട്ട വനിതാ പോലീസ് സ്റ്റേഷനിലേക്കാവും കൊണ്ടുപോകുക. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം ആയിരിക്കും പ്രതികളെ കോടതിയിൽ ഹാജരാക്കുക. കാരണം ആദ്യഘട്ടത്തിൽ കേസുകളുടെ തിരക്ക് ഉണ്ടാകും. അതോടൊപ്പം തന്നെ വലിയ ഒരു ആൾക്കൂട്ടം കോടതി വളപ്പിൽ പ്രതീക്ഷിക്കാം. ഈ 2 കാരണങ്ങൾ കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ഉച്ചയ്ക്ക് ശേഷം ഏറെക്കുറെ 2 മണിയോടുകൂടി കോടതിയിൽ ഹാജരാക്കാം എന്നുള്ള തരത്തിലേക്ക് എത്തിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും ഇവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമ്പോൾ റിമാൻഡ് ചെയ്യപ്പെടാനുള്ള സാധ്യതയാണ്. ഒരുപക്ഷെ ജാമ്യം കിട്ടിക്കൂടാഴികയുമില്ല. അത് വാദഗതികളുമായി ബന്ധപ്പെട്ട അഭിഭാഷകരുടെ കഴിവിനനുസരിച്ചായിരിക്കും കോടതിയുടെ കൂടി തീരുമാനമുണ്ടാവുക. എന്തായാലും ഒരു വലിയ ചർച്ചയാക്കപ്പെട്ട സംഭവമായാണ് എന്നതിനാൽ തന്നെ ആ വിഷയം കൂടി കോടതി പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രതീക്ഷിക്കപ്പെടുന്നത് ഇവർ 3 റിമാൻഡിലേക്ക് പോകും എന്ന് തന്നെയാണ്. കേസന്വേഷണത്തിന്റെ ഭാഗമായി ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യണമെന്ന് കണക്കാക്കുന്ന പക്ഷമായിരിക്കും അന്വേഷണ സംഘം കസ്റ്റഡിയിൽ ആവശ്യപ്പെടുക. സാധാരണഗതിയിൽ അതിനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ മൊഴിയെടുക്കലും അതിനുശേഷം കസ്റ്റഡി എടുത്ത ശേഷമുള്ള ചോദ്യം ചെയ്യലും പൂർത്തിയാക്കിയ ശേഷമാണ് ഇവർക്ക് പ്രേരണ കുറ്റം നിലവിലുള്ള അന്വേഷണത്തിൽ ബോധ്യപ്പെട്ട പശ്ചാത്തലത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത് ആത്മഹത്യയ്ക്കും ഒരാഴ്ചയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു കാര്യം ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ സഹപാഠികളെ അറസ്റ്റ് ചെയ്തത്. അവരെയാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്നലെ രാത്രിയായിരുന്നു. അതിനുശേഷം ഇന്ന് വൈദ്യപരിശോധനയ്ക്കായി ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. തുടർന്ന് അവരെ തിരികെ കൊണ്ടുപോവുകയാണ്. പോലീസ് സ്റ്റേഷനിലായിരിക്കും. തുടർന്ന് ഉച്ചയ്ക്ക് കോടതിയിൽ ഹാജരാക്കും. വിശദാംശങ്ങളാണ് അഭിലാൽ നൽകിയത്.